അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞങ്ങളുള്ളത് മസ്ജിദ് ഖിബ്ലത്തീനില, മദീനയിലെ മസ്ജിദ് ഖിബ്ലത്തീൻ എന്നറിയപ്പെടുന്ന പള്ളിക്ക് മുമ്പിലാണ് ഞാനുള്ളത്. ഈ പള്ളിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മുൽ ബിശ്രി എന്ന് പറയുന്ന സഹാബി വനിത അസുഖമായി കിടന്നപ്പോൾ അവരെ സന്ദർശിക്കാൻ വരികയാണ്. ഇവിടെ ബനു സലമ ഗോത്രത്തിൽപ്പെട്ട ഉമ്മു സലമ, ഇവർക്കൊരു പള്ളി ഉണ്ടായിരുന്നു, മസ്ജിദ് ബനു സലമ എന്നായിരുന്നു പള്ളിയുടെ പേര്. അങ്ങനെ മുത്തുനബി തങ്ങൾ ആ വീട്ടിലേക്ക് വന്നു. അപ്പോൾ നൂറിന്റെ സമയമായി ഹബീബായ മുത്തുനബി തങ്ങളെ ഇവിടത്തേക്ക് നിസ്കരിക്കാൻ വരികയാണ്. അപ്പോൾ 16 മാസക്കാലം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരികെ നിസ്കരിച്ചിരുന്നത് ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിലേക്കായിരുന്നു. എന്നാൽ മുത്തുനബി തങ്ങളുടെ മനസ്സിൽ വല്ലാത്ത ആഗ്രഹമുണ്ട്. ഞാൻ ജനിച്ച മണ്ണായ പരിശുദ്ധമാക്കപ്പെട്ട കഅബ അത് ഖിബിലയാകണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ മുത്തുനബി തങ്ങളുടെ ആഗ്രഹം പടച്ചിറപ്പ് മനസ്സിലാക്കി അന്നത്തെ ളുഹ്ർ നിസ്കാരത്തിൽ 2 റക്അത്ത് പരിശുദ്ധമാക്കപ്പെട്ട മസ്ജിദുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുകയാണ്. ആ സമയത്താണ് പരിശുദ്ധമായ ഖുർആനിക വചനം ഇറങ്ങുന്നത്, ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം, ഹബീബായ മുസ്ലിം തങ്ങളെ അങ്ങയുടെ ഖിബില അത് കഅബയാക്കി തിരിച്ചിരിക്കുന്നു എന്ന്. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 റക്അത്ത് ബൈത്തുൽ മുഖദ്ദസിലേക്കും ബാക്കി 2 റക്അത്ത് എങ്ങോട്ട് തിരിഞ്ഞു? ഖിബിലയിലേക്കും കഅബയിലേക്കും തിരിഞ്ഞു. അങ്ങനെ ഒരൊറ്റ നിസ്കാരത്തിൽ 2 ഖിബിലയുള്ള പള്ളിയായിട്ടാണ് മുത്തുനബി തങ്ങൾ ഇവിടെ നിസ്കരിച്ചത്. 2 ഖിബിലയിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ച സ്ഥലത്താണ് ഈ പള്ളിയുള്ളത്. അപ്പോൾ ഈ പള്ളിക്ക് എന്ത് പേര് ഇവിടെ പിന്നീട് സ്വഹാബത്ത് നിസ്കരിക്കാൻ വന്നപ്പോൾ ആ നബി തങ്ങൾ നിസ്കരിച്ച സമയത്തുണ്ടായിരുന്ന സ്വഹാബി വിളിച്ചു പറഞ്ഞു, നബി തങ്ങൾ ഇങ്ങനെ ളുഹ്റിന് ഇവിടെ വന്നിരുന്നു, അപ്പോൾ നബി തങ്ങൾ ഇങ്ങനെ 2 ഖിബിലയാക്കി നിസ്കരിച്ചിട്ടുണ്ട്, ഇനി നമ്മുടെ ഖിബില അത് കഅബയാണെന്ന് പറഞ്ഞു. അങ്ങനെ സ്വഹാബത്ത് അവിടെ ഈ പള്ളിക്ക് മസ്ജിദ് ഖിബ്ലത്തീൻ എന്ന് പേര് വിളിക്കുകയാണ്. ഇതിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ മറ്റ് 2 മീറാബ് ഉണ്ടായിരുന്നു. ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഒന്ന് പരിശുദ്ധമാക്കപ്പെട്ട ഖിബിലയിലേക്കുള്ള ഒരു മീറാബ് വേറെ. പല ആളുകൾ എന്ത് ചെയ്യും, ഇവിടെ വന്നു കഴിഞ്ഞാൽ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചതല്ലേ എന്ന് വിചാരിച്ചിട്ട് അപ്പൊ അതൊക്കെ എടുത്ത് ഒഴിവാക്കി മറിച്ച് ആ ബൈത്തുൽ മുഖദ്ദസിലേക്കുള്ള ഒരു അടയാളം എന്നോണം കയറി കഴിഞ്ഞാൽ പള്ളിന്റെ മുകളിലായിട്ട് ഒരു മുസല്ലന്റെ അടയാളം. മസ്ജിദുൽ ഖിബ്ലത്തീനിന്റെ ഉൾവശം ഇതാണ് സാധാ മീറാബ് നിസ്കരിക്കുന്നത്. ആദ്യം ബൈത്തുൽ മുഖദ്ദസിലേക്കുള്ള ആ ഒരു ഭാഗം ഇങ്ങോട്ടായിരുന്നു. അതിനൊരു അടയാളം പണ്ടൊരു മീറാബ് ഉണ്ടായിരുന്നു. ഈ ഭാഗത്ത് ഇപ്പൊ മീറാബ് ഒന്നുമില്ല, മറിച്ചൊരു അടയാളം, ഒരു മുസല്ലന്റെ അടയാളം നമുക്ക് മുൻഭാഗത്ത് കാണാം. അപ്പൊ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു, ഇവിടേക്കായിരുന്നു, ഈ ഭാഗത്തേക്കായിരുന്നു പിന്നെ മസ്ജിദുൽ അഖ്സയിലേക്ക് അഥവാ ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഹബീബായ മുത്തുനബി തങ്ങൾ തിരിഞ്ഞ് നിസ്കരിച്ചത് 16 മാസക്കാലം. പിന്നെയാണ് നേരെ തിരിച്ച് പരിശുദ്ധമാക്കപ്പെട്ട കഅബയിലേക്ക് ഇതൊക്കെ തിരിഞ്ഞസ്കരിച്ചത്. അപ്പോൾ അതിൻ്റെ അടയാളം ഇപ്പോഴും ഇവിടെ പള്ളിയിലേക്ക് കയറുന്ന വഴിയിൽ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു മുസല്ല രൂപത്തിൽ ചിത്രീകരിച്ചതായി കാണാൻ സാധിക്കും. ാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മദീനയുടെ മണ്ണിലെത്താനുള്ള തൗഫീഖൊക്കെ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.